ഫസ്റ്റ് കച്ചവടമാണ്. അതിനെന്താ ഹിന്ദിയിൽ പറയടാ നിജാസെ? ഹിന്ദിയിൽ എന്താ പറയാ ഫസ്റ്റ് കച്ചവടമാണെന്നുള്ളതിന്? സെയിൽ. നിങ്ങൾക്ക് ഏത് കളർ അമ്മ വാണ്ടി? ആയ് ഫാൻസി ഒക്കെ ഇട്ട് നടക്കാൻ പറ്റിയ സാധാ അതൊന്നും പറ്റൂല. മോഡൽ വേണ്ട, ഏജ് ജാസ്തിയേ. അപ്പൊ മനസ്സിലാവും ഒക്കെ പറഞ്ഞ. കളർ ബ്ലാക്ക്, ബ്ലാക്ക് കളർ. ഈ കളർ വേണോ? ഈ കളർ വേണോ? ഉണ്ടോ? ആ കളർ വേണ്ട. ഇങ്ങനത്തെ എടുത്താ മതി അല്ലേമ്മ? ഇനി കൂടിയിരിക്കലിനൊക്കെ പറുതണ്ടാണ് എന്തെങ്ങള്. ഹായ് അതുണ്ടോ? തുണി നല്ല തുണിയാണോ നോക്ക്. എടുത്ത് തുണി നോക്കി. അതൊക്കെ സെയിം അല്ലേ? ചെയിൻ വേണ്ട. കൈ ഇങ്ങനെയുള്ളത്തെ കൈ കൊടുത്തായി. എന്നാ പിന്നെ അടിക്കണ്ടല്ലോ. മലയാളം പഠിച്ചിട്ടില്ല ഞാൻ ഇതുവരെ, ഹിന്ദി പഠിച്ചിട്ടില്ല. അതൊന്ന് നോക്ക്. പക്ഷെ അതിൽ എലാസ്റ്റിക് ഇല്ല. പക്ഷെ സാധനം തുണി വർക്കും സിമ്പിൾ വർക്കുള്ളൂ. കഴുത്തും നല്ല കഴുത്താ. അത് നോക്കുമ്പോ. ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. അപ്പോൾ ഗൈസ്, എനിക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ പഴയ വീട്ടിൽ നിന്നുള്ളൊരു വീഡിയോസ് എടുക്കുന്നത്. ഇത്ര ദിവസം നമ്മൾ പുതിയ വീട്ടിലെ വീഡിയോസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും വലിയ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിനെ സംബന്ധിച്ചായിട്ടുള്ള വിഷയമാണ്. കാരണം എൻ്റെ ജീവിതത്തിലൊരു വലിയൊരു സ്വപ്നം എങ്ങനെ എത്രത്തോളം എത്തും എന്നൊന്നും എനിക്കൊരിക്കലും ഒരു പ്രതീക്ഷയില്ലാത്തൊരു സംഭവമായിരുന്നു. എന്തായാലും മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ എന്നല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. പക്ഷെ നമ്മളെ പോലത്തെ ഒരാൾക്കൊക്കെ അതൊരു സ്വപ്നം കാണുമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ആ വീടിൻ്റെ മുന്നിൽ ഇപ്പോഴും ഞാനിങ്ങനെ നോക്കി നിൽക്കില്ല, പഠിച്ചവനെ ഇത് ഞാൻ തന്നെ വെക്കുന്ന വീടാണോ? കാരണം ഒരുപാട് എന്താണെന്നറിയില്ല, നമ്മളെ കയ്യിൽ നമ്മൾക്കത് തീർക്കാനുള്ള പൈസ ഇല്ലെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ഒക്കെ വൃത്തിക്ക് നടക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ തന്നെ സന്തോഷമാണ്. ടെൻഷനും കാര്യങ്ങളും ഇടങ്ങേറൊക്കെ ഉണ്ട് കേട്ടോ. കാരണം വീട് വേണ്ട ലാസ്റ്റ് സ്റ്റേജിലെത്തുമ്പോൾ അത് കൊണ്ട് നടക്കുന്ന ആൾക്ക് ഭയങ്കര ടെൻഷനാവും. ആളുടെ തലയിലാവും എല്ലാ ചിന്തകളും. ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെങ്കിലും അതായത് പണിക്കാർ വരാനിട്ടും വന്നിട്ടും അതിൻ്റെ ഇടയിൽ മഴ പെയ്തിട്ടും നമ്മൾ ഒരുപാട് ടെൻഷനിലൂടെ കടന്നു പോകും. അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ ഇടലും ഒക്കെപ്പാടെ ഫുൾ ഓട്ടത്തിലാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇവിടെ രാവിലെ പർദ്ദയുടെ ആളിങ്ങനെ പോകുമ്പോൾ ഞാൻ ഒന്നിട്ട് കയറാൻ പറഞ്ഞിട്ട് പർദ്ദയൊക്കെ നോക്കി. പക്ഷെ ഉമ്മാക്ക് എന്താ വെച്ചാൽ അതിൻ്റെ തുണി പറ്റിയില്ല. എന്തായാലും 2-3 പർദ്ദ എടുക്കണം വെച്ചിട്ടായിരുന്നു. ഒക്കെ പിന്നെ വേറൊരു പ്രശ്നം കൂടി ഉണ്ടായെന്ന് വെച്ചാൽ സൈസ് കറക്റ്റ് ആവുന്നില്ല. അതായത് ഒക്കെ ഫ്രീ സൈസാണ്. അപ്പോൾ നമ്മളത് വാങ്ങിയ 2-ാം നമ്പറായിട്ട് അടിച്ച് വരുമ്പോഴേക്കൊക്കെ അത് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ മുറിഞ്ഞു പോകും. അപ്പം നമുക്ക് നല്ല സാധനങ്ങൾ നമുക്ക് പുറത്തുനിന്ന് എടുത്തു കൊടുക്കുക വെച്ചിട്ടാണ്. ഓക്കെ, പർദ്ദ ഓൾറെഡി സോഫി കൊടുന്നതൊക്കെ ഇവിടെ ഉണ്ട്. എന്താ വെച്ചാൽ ഇനിയിപ്പോൾ പർദ്ദ ഇട്ട് നടക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ പർദ്ദ കുറച്ച് എടുക്കണം വെച്ചിട്ടുള്ളൊരു പ്ലാനിലാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നുണ്ട്. പേഴ്സണലി ഒരുപാട് സന്തോഷത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങണ്ടേ പിന്നെ ഗൈസ്. നമ്മുടെ പർദ്ദക്കാരൻ പോകുന്നുണ്ട്. എന്തായാലും നമ്മുടെ അയലക്കാരെത്തിയിട്ടുണ്ട്. ഉമ്മാനോട് കമ്പനി കൂടാനാണ്. ഓക്കെ, അപ്പോൾ അവരോട് നമുക്ക് നാട്ടിലൊരു ദിക്കറിൻ്റെ പരിപാടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിനായിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അപ്പോഴാണ് ഇറങ്ങുന്ന ടൈമിലാണ് പർദ്ദയുടെ ആൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആളുകൾ ചോദിച്ചു കുടിയിരിക്കൽ എന്നാണെന്ന് കുടിയിരിക്കലൊക്കെ ചോദിച്ചായിരുന്നു. മെയിനായിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഡിസംബർ മാസമോ അല്ലെങ്കിൽ ജനുവരി മാസം ഫസ്റ്റോ ന്യൂ ഇയറിനോ കയറിയിരിക്കാനുള്ള ഒരു പരിപാടിയിലായിരുന്നു. എന്തായാലും ഇപ്പോഴും അതിൻ്റെ ഒരു രൂപത്തിലോട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. കറക്റ്റ് ഡേറ്റ് തീരുമാനിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫൈനൽ സ്റ്റേജാണ്. അപ്പോൾ ഈ ഫൈനൽ സ്റ്റേജിൽ ഇപ്പോൾ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. 2 ദിവസമായിട്ട് നാട്ടിൽ നല്ല മഴയാണ്. അപ്പോൾ നമുക്ക് പുറത്തു കൂടെ ഉള്ള പണി. അപ്പോൾ ഇനിയുള്ള പണികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റിങ് ഉണ്ട്, അതുപോലെ തന്നെ മുറ്റം പണിയുണ്ട്. പൊട്ടിപ്പണി കഴിഞ്ഞിരിക്കണേ. മുറ്റം പണിയുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ലൈറ്റ്, ക്ലോസറ്റ്, വയറിങ് സെക്ഷൻ്റെ പരിപാടികളുണ്ട്. പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും. പിന്നെ അടുക്കളയിലാണ് കുറച്ച് പണികൾ കൂടുതൽ. അതിൽ ഇനിയും ടൈൽസ്, സൈഡിൽ കൂടെ ഉള്ള ടൈൽസ് ഒട്ടിക്കാനുണ്ട്. പിന്നെ അതിൽ പെയിൻ്റ് അടിക്കാനുണ്ട്. അങ്ങനത്തെ കുറച്ച് പണികളും കുറച്ച് കൂടുതൽ പണികൾ ഇനി നടക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ പാടെ ഒരുമിച്ച് വരുമ്പോൾ ഈ ഒരാഴ്ച ആയിട്ട് നമ്മുടെ വീട്ടിൽ ഏകദേശം 20, 25, 15ഓളം പണിക്കാർ ഡെയിലി ഉണ്ടായിരുന്നു. ഒക്കെ ഇപ്പം ഇന്നലെയും മിന്നാന്നൊക്കെ ആയിട്ട് കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തെ പണികൾ നമുക്ക് എടുക്കാൻ കഴിയുന്നില്ല. അതായത് മഴ പെയ്ത് തേപ്പിൻ്റെ പരിപാടികളാണ്. അപ്പോൾ മഴ പെയ്താൽ തേപ്പ് കംപ്ലീറ്റ് പോരും. അപ്പോൾ ആ പണി അവിടെ സ്റ്റോപ്പാണ്. അതുപോലെ തന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
പെയിൻറ്റിങ് നടക്കില്ല. അപ്പോൾ നമ്മൾ മഴനെ ഒരിക്കലും നമ്മൾ കുറ്റം പറയില്ല. കാരണം പെരല്ലെങ്കിലും മഴ വേണം, അല്ലെങ്കിൽ വെള്ളമില്ലാത്ത പ്രശ്നങ്ങൾ നേരിടുക പറഞ്ഞാൽ പെര 2 കൊല്ലം കഴിഞ്ഞിട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ മഴ എന്തായാലും ഈ വർഷത്തിൽ നമുക്ക് നമ്മുടെ സൗകര്യം നോക്കിയിട്ട് മഴ പെയ്യരുതെന്ന് പ്രാർത്ഥിക്കാനൊന്നും പറ്റില്ല. മഴ പെയ്യണം എന്ന് പ്രാർത്ഥിക്കണം. എന്നാലാണ് ബാക്കി നമുക്കായാലും പുറത്താർക്കാലൊക്കെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കാതിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും മഴ നല്ലതാണ്, ഒക്കെ നല്ലതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ കാര്യങ്ങളും നടക്കണം എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയേക്കാം. അപ്പോൾ അതാണ് ഞാൻ ഇതുവരെ എന്താണെന്ന് വെച്ചാൽ ഒരു ഡേറ്റും കൺഫേം ആയിട്ട് ഞാൻ ആരോടും പറയാതെ ഇരുന്നത്. മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇന്നൊരു ഡേറ്റ് പറയുകയാണ്. അതായത് ഞാനിപ്പോൾ 28-ാം തീയതി കൂടിയിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28-ാം തീയതിക്ക് നമ്മുടെ പണികൾ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് വെച്ചാൽ കഴിയാതൊക്കെ കൂടാം. പിന്നീട് ഞാനത് എടുക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു 2 കൊല്ലത്തിന് ഞാൻ എന്തായാലും എടുക്കും. നമ്മൾ കയറി കൂടി കഴിഞ്ഞാൽ പണി എടുക്കലൊക്കെ കണക്കാം. കാരണം പിന്നെ അത് അതിൻ്റെ ബാക്കി കാര്യങ്ങൾക്ക് പോയിക്കൊണ്ടിരിക്കും. അതായത് പൊടിയും കാര്യങ്ങളൊക്കെ അത് പിന്നെ ചെയ്യാമെന്ന് വെച്ചിട്ട് അത് അങ്ങനെ ഉണ്ട് കൂടും. അപ്പോൾ ഒരുവിധം കഴിഞ്ഞിട്ടാണ്ട് കൂടിക്കഴിഞ്ഞാൽ പിന്നെ പെരയമൊക്കെ നോക്കണ്ടല്ലോ. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇഷ്ടത്തിന് നടക്കാമല്ലോ. പിന്നെ ടെൻഷൻ അടിക്കണ്ടല്ലോ. അങ്ങനെ ആകെ ഒരു ഇതാവും. മറ്റേത് പെരപ്പണി കഴിഞ്ഞാലും കൊല്ലങ്ങളോളം പെരയിൽ പിന്നെ പണി തന്നെ ഓരോ പണികളായിട്ട്. അപ്പോൾ അതങ്ങോട്ട് തീർത്തിട്ട് അങ്ങോട്ട് കൂടാന്നുള്ള ഒരു പരിപാടികളാണ്. അപ്പോൾ ഡേറ്റ് എന്തായാലും ഇൻഷാ അല്ലാഹ് ഒന്നില്ലെങ്കിൽ ഡിസംബർ അല്ലെങ്കിൽ ജനുവരി. ഡിസംബർ പറഞ്ഞാൽ ഇത് ഡിസംബറാണ് കടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ജനുവരി 1 ഇതിലേതെങ്കിലും ഒന്നാണ് നമ്മുടെ ഡേറ്റ് ഉണ്ടാവുക. ഇനി കറക്റ്റ് ഡേറ്റ് ഒരു 20-ാം തീയതിക്ക് ശേഷം ഞാൻ എന്തായാലും പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലാണ് ഏകദേശം പണികൾ ഒന്ന് ഒതുങ്ങണം അല്ലേ. അല്ലാതെ ഞാനൊരു ഡേറ്റ് കൺഫേം ആക്കാം. ഞാൻ പറയാത്ത ഒന്നുമല്ല. ഇപ്പം എന്താ വെച്ചാൽ ഓൾറെഡി നമ്മൾ കുറേ ഓട്ടത്തിലും ടെൻഷനിലും അതിൻ്റെ കൂടെ ഈ ഡേറ്റിന് ഞാൻ തീരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാരോട് പറയുകയും ചെയ്തു. അതിൽ നടത്താനും പറ്റില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. പിന്നെ നമ്മുടെ കിളി വിരിയാൻ അയക്കണം. അപ്പോൾ അതൊക്കെ വിരിഞ്ഞ് അതൊക്കെ ഒന്ന് സെറ്റാവും വേണമല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഓലെ നമ്മൾ അടങ്ങാറാക്കുന്നില്ല. ഓലെ വയറിങ് പണി കഴിയണോളം എന്താണ് ആ സ്വിച്ചും അവിടുത്തെ കറണ്ടും കണക്ഷനും ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞിരിക്കണേ. ഇപ്പോഴും ആൾക്കാർ അവിടെ ഇട്ടത്ത് നിന്നിട്ടാണ് പണിയെടുക്കുന്നത്. ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ അതിൽ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ വയറിലൊക്കെ കണക്ഷൻ വരച്ചിട്ട് എന്താണ് നമ്മൾ ഇത് വെച്ചിട്ടില്ല. നമ്മളെന്തായാലും നമ്മളെ കിളിനെയൊക്കെ സേഫാക്കി വിട്ടതിന് ശേഷമാണ് നമ്മൾ കയറിയിരിക്കുള്ളൂ കേട്ടോ. ഇനിയും കുട്ടി എന്നാ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ കുറച്ച് ഓട്ടങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇൻഷാ അല്ലാഹ് കൊണ്ടുവരണം. ഒരു 5 ദിവസം നിന്നോട്ട് വെച്ചിട്ട് നിർത്തിയതാണ്. പിന്നെ കുട്ടി ഇല്ലാത്തതുകൊണ്ടൊരു സുഖമല്ല കൈസിലേ. മറ്റേ രാവിലെ ആയി കഴിഞ്ഞാൽ ഉമ്മ കുട്ടീനെ എടുത്തെങ്ങാണ്ട് ഈ തിട്ടത്ത് ഇങ്ങനെ ഇരിക്കുക. അല്ലെങ്കിൽ എൻ്റെ അടുത്തുണ്ടാവും, അല്ലെങ്കിൽ ജാസിൻ്റെ അടുത്തുണ്ടാവും, ചക്കൻ്റെ അടുത്തുണ്ടാവും. രാത്രി ആയിക്കഴിഞ്ഞാൽ എൻ്റെ കൂടെ കിടക്കും. അപ്പോൾ എന്താണ് ആ ഒരു ഇനിയിപ്പോൾ ഒരു ദിവസം ആണെങ്കിലും ഒരു ദിവസം അല്ലെങ്കിലും ആ ഒരു ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഈ പ്രവാസികളൊക്കെ ഞാൻ സമ്മതിച്ചിട്ട് എത്ര ദിവസമാണ് മക്കളെ കാണാതൊക്കെ ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ ആ ഒരു എന്താണ് ആ സംഭവം നഷ്ടപ്പെടുക അല്ലേ. അതായത് അവർ അനുഭവിക്കേണ്ട ആ ഫീലും കാര്യങ്ങളും ഒക്കെ നഷ്ടപ്പെടുമ്പോൾ അവർക്ക് ബിഗ് സല്യൂട്ട് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ത്യാഗങ്ങൾ സഹിച്ചിട്ട് മരുഭൂമിയിൽ സ്വന്തം മക്കളെയും മാതാപിതാക്കളെയും കുടുംബക്കാരെയും കാണാതെ അവർക്കുള്ള അന്നം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന പ്രവാസികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓലാണ് ശരിക്കും ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ത്യജിക്കുക എന്ന് പറയില്ലേ, സ്വന്തം ജീവൻ ത്യജിച്ച് ബാക്കിയുള്ളവരെ ജീവൻ രക്ഷിക്കുക എന്ന് പറഞ്ഞ മാതിരി. കാരണം പിന്നെ അവർ പോയി ഇങ്ങോട്ട് വരുമ്പോൾ അവർ സമ്പാദിക്കണത് ഒന്നില്ലെങ്കിൽ തലയിൽ മുടി ഉണ്ടാവില്ല, അല്ലെങ്കിൽ വയറ് അതേമാതിരി 2 വർഷം 3 വർഷം നീറ്റാവും വരിക. അടുത്ത നാട്ടില് തിരിച്ചു വരുമ്പോ പിന്നെ കുട്ടികൾക്ക് അറിയില്ല ഇത് ഉപ്പച്ചിയാണ്. ഉപ്പായിട്ട് പിന്നെ വീണ്ടും പോകും. പിന്നെ കുട്ടികൾക്ക് എപ്പോഴും ഒരു വിരുന്നുകാരി എന്നുള്ള ഒരു ലെവലാണ് ഉണ്ടാവുള്ളൂ. എന്തായാലും ഇങ്ങോട്ട് ചോദിച്ചാൽ കഴിഞ്ഞ വീഡിയോസിൽ ഞാനിങ്ങനെ എൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അപ്പോൾ ഈ നൗഫലെ എൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ പ്രവാസികളുടെ കാര്യം എന്താണെന്ന് പറഞ്ഞപ്പോൾ എനിക്കതൊന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാനൊന്ന് മെൻഷൻ ചെയ്തതാണ് കേട്ടോ ഗൈസ്. ആകെ എൻ്റെ ഫേസൊക്കെ ഫുൾ ഡള്ളാണ്. അതായത് മൊത്തത്തിൽ ഒന്നുകിൽ ഓൾറെഡി കറുത്തിട്ടാണ് വെച്ചാൽ കറുത്തയുമ്പോൾ കറുത്ത് കരിവാളിച്ച് കണ്ണൊക്കെ ഉള്ളിൽ പോയി. കാരണം രാവിലെ ഇറങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ പണി സ്ഥലത്താണ്. പിന്നെ അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഓട്ടത്തിലാണ്. ഇപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ അടുത്ത് ഇങ്ങനെ ആയിട്ടുള്ളത് ഞാൻ ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള നമ്മൾ ഹോസ്പിറ്റൽ കേസിനായിരുന്നു. ഉപ്പാൻ്റെ ഹോസ്പിറ്റൽ കേസിനാണ് ഞാൻ ഈ ഒരു കോലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തടിയൊന്നുമില്ല, മൊത്തം തടിയൊക്കെ പോയി ഏകദേശം ഒരു നല്ല 5-8 കിലോ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഇതൊക്കെയാണ് കാര്യങ്ങൾ. പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഡേറ്റ് ഞാനൊന്ന് അനൗൺസ് ചെയ്യാത്തതും ഇതാണ്. പിന്നെ ഞങ്ങൾ വലിയൊരു പരിപാടിയായിട്ട് നടത്തണം എന്നുള്ള പ്ലാനും എനിക്കില്ല. കാരണം അതിൻ്റെ പിന്നിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്കത് അങ്ങോട്ട് പറയാൻ കഴിയൂല. കാരണം അത് പറയുമ്പോൾ അത് വേറെ രീതിക്ക് അതുമായി പോകും. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് അത്രയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.